നമസ്കാരം. അങ്ങനെ നമ്മുടെ ജബ്രി കോമ്പകൾ രണ്ടായി, സയാമസ് ഇരട്ടകൾ രണ്ടായോ? സത്യം പറഞ്ഞ ഇന്ന് കണ്ടല്ലോ ലൈവിലൊക്കെ. ഈ പറഞ്ഞ ഞാനൊരു കാര്യം, ഇതൊക്കെ ഗെയിം പ്ലാനാണ്, അവരുടെ പ്ലാൻ, അങ്ങനെയൊന്നും പറഞ്ഞുകൊണ്ടെന്ന് പറയും. നിങ്ങൾക്ക് ഇത് കണ്ടാൽ മനസ്സിലാവുന്നില്ല. ഇതൊരു ഗെയിം പ്ലാനും തേങ്ങയൊന്നും അല്ല. ഇത് നാച്ചുറലായിട്ട് സംഭവിച്ചൊരു കാര്യമാണ്. മനസ്സിലായോ? വേറെ ഒന്നുമല്ല. പുറത്ത് ലവൻ പോയി, ആര് അഫ്സല് പോയി, ഇനി ഇവിടെയുള്ള എവനെങ്കിലും കിട്ടട്ടെ എന്ന് അവളൊരു ശ്രമം നടത്തി. ലവൻ പറ്റില്ല എന്ന് പറഞ്ഞു വിട്ട്. ഇത്രയേ ഉള്ളൂ നടന്നത്. ഇതിനകത്ത് വലിയ രീതിയിൽ അങ്ങ് കുമിഞ്ഞിരുന്ന് അങ്ങ് ചിന്തിക്കാനൊന്നുമില്ല. ആണ് ഞാൻ ആദ്യത്തെ വീഡിയോയിലെ പറഞ്ഞത്. നമുക്കൊരു സംഭവം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. ചുമ്മാ കിടന്നുകൊണ്ട് ഇത് അവരുടെ ഗെയിമാണ്, അവരുടെ ഗെയിം പ്ലാനാണ്, തേങ്ങയാണ്. ഇത് റിയൽ ആയിട്ട് സംഭവിച്ചൊരു കേസാണ് കേട്ടോ, അല്ലാതെ വേറെ ഒന്നും അല്ല. ഇനി നിങ്ങൾ അങ്ങനെയാണ് കാണുന്നതെങ്കിൽ ശരി, ഓക്കെ, അങ്ങനെ തന്നെ കണ്ടോ. ഞാൻ കാണുന്നത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇവിടെ സംഭവിച്ചത് മറ്റൊന്നുമല്ല. വളരെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ, ഇതെല്ലാം കൂടി ഇങ്ങനെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ, ഗബ്രി ഈ പറയുന്ന ജാസ്മിനെ കാണുന്നത് എന്താ പറയുന്നത്, നമ്മളിവിടെ ഈ പോക്ക് കേസ് എന്ന് പറയും. നമ്മൾ ഇവിടെയുള്ളവരെ പോക്ക്, എന്റെ സുഖത്തിന് വേണ്ടിയിട്ട് മാത്രം നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പെണ്ണുണ്ടല്ലോ, അവൾക്ക് അത് മാത്രമേ ഉള്ളൂ. എന്റെ സുഖത്തിന് വേണ്ടി മാത്രം ഞാൻ എന്തും ചെയ്യും. അപ്പൊ ആ സുഖത്തെ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ആ സമയത്ത് ചക്കരയെന്ന് വിളിക്കൂ, മക്കളെ, മോളെ, മുത്തേന്നൊക്കെ വിളിക്കും. കാര്യം കഴിഞ്ഞ് കഴിയുമ്പോൾ നിനക്കൊരു സ്ഥാനമില്ല, വീണ്ടും ആ ഒരു സംഭവം വരുമ്പോൾ, അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ, ആവശ്യം വരുമ്പോൾ വീണ്ടും അവളെ ചക്കരയെന്ന് വിളിക്കും. നീയാണ് ലോകസുന്ദരി എന്ന് പറയും. നിനക്ക് വേണ്ടി ഈ ഗെയിം നിന്നേക്കാൾ വലുതാണ് എനിക്ക് ഗെയിം എന്നൊക്കെ പറഞ്ഞ് ആ സമയത്താണ് പറയുന്നത്. മനസ്സിലായോ? എന്തിനേക്കാളും വലുത് നീയാണെന്ന് പറയും. ഞാൻ നിന്റെ അച്ഛനാണെന്ന് പറയും. ഞാൻ നിന്റെ അമ്മയാണ്, കാമുകനാണ്, കാമുകൻ, ഇതൊക്കെ പറയും. അതെപ്പോഴേ കാര്യസാധ്യത്തിന് വേണ്ടിയിട്ട് പറയുന്നതാണ്. പക്ഷേ അതൊക്കെ കഴിഞ്ഞ് റിയാലിറ്റിയിലോട്ട് വരുമ്പോൾ, അല്ലെങ്കിൽ മൂന്നാമതൊരാൾ വരുമ്പോൾ, നോട്ട് ദ പോയിന്റ്, മൂന്നാമതൊരാൾ വരുമ്പോൾ അവരെ രഹസ്യമായിട്ട് സ്വകാര്യതയിൽ ഇതൊക്കെ അവൻ പറയും. ചക്കരയാണ്, സുന്ദരി സുന്ദരി, നീ കുളിച്ചില്ലെങ്കിലും സുന്ദരി, നീ 4 ദിവസം ഡ്രസ്സ് മാറ്റിയില്ലെങ്കിലും എന്തൊരു മണം സുന്ദരി, ഇതൊക്കെ അവൻ പറയും. എന്തിന്? അവന്റെ സുഖത്തിന് വേണ്ടിയിട്ട്. പക്ഷേ മറ്റൊരാൾ വരുമ്പോൾ അവൻ ഫ്ലൈറ്റ് മാറ്റും, അവൻ നേരെ തിരിയും. ഇവിടെ ഇവൻ നേരെ തിരിയാൻ കാരണം എന്താണ്? റസ്മിൻ എന്ന് പറയുന്ന ഒരു സാധനം എൻ്റെ ഇടയിൽ ഇരിക്കുന്നത്. അവളുടെ ഫ്രണ്ടിൽ വെച്ച് അംഗീകരിക്കാൻ പറ്റില്ല. എത്ര നികൃഷ്ടമായിട്ടാണ് അവളത്ത് പറഞ്ഞത്. ഞാൻ ഒരിക്കലും നിന്നോടുകൂടി ഒരു ബന്ധത്തിന് പോലും എനിക്ക് താല്പര്യമില്ല. നിന്നോടുകൂടി ഒരു ബന്ധത്തിനോ, അതായത് റിലേഷനോ കല്യാണത്തിനോ എനിക്ക് താല്പര്യമില്ല. പക്ഷേ എന്റെ കണ്ണുകളിലുണ്ട്. അതായത് പക്ഷേ ആ ചെയ്തികൾ ഞാൻ ചെയ്യും. മറ്റുള്ള പറഞ്ഞു നീ ആക്ഷൻ കുറയ്ക്കണം എന്ന് പറയുമ്പോൾ പറഞ്ഞു അത് ഞാൻ ചെയ്യും. മനസ്സിലായ? പറഞ്ഞു മനസ്സിലായ? സുഖത്തിന് വേണ്ടിയിട്ട് അവൻ ഉമ്മ വയ്ക്കും, കടിക്കും, ഈ പറഞ്ഞ നുള്ളും, മാന്തും, ഉറിഞ്ചും, ഇതൊക്കെ അവൻ ചെയ്യും. പക്ഷെ ബന്ധത്തിനൊന്നുമില്ല. ഇത്രയും തേർഡ് റേറ്റ് ആയിട്ട് അവളെ കാണുകയാണ്. മനസ്സിലായി? ഇത്രയും താഴ്ന്ന ഒരു സാധനമായിട്ട് ആരൊക്കെയാണ്? ജാസ്മിനെ കാണുന്നത്. ജാസ്മിനെ, നിനക്ക് ഇതല്ല, ഇതിന്റെ അപ്പുറം കിട്ടണം. ഞാൻ അതേ പറയുള്ളൂ. ദൈവം എന്ന് പറയുന്നതേ അതാണ്. മനസ്സിലായി? ഉത്തരത്തിരുന്ന് എടുക്കാനും പറ്റിയില്ല, കശത്തിരുന്ന് പോയെന്നും പറഞ്ഞില്ല. ഇതേ അവസ്ഥ. നിനക്ക് ഇതല്ല ജാസ്മിൻ, ഇത് നിനക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടേണ്ടതായിരുന്നു. ഇതിനപ്പുറമാണ് നീ അർഹിക്കുന്നത്. കാരണം അമ്മാതിരി ചെയ്താണ് നീ ആര് ചെയ്തിരിക്കുന്നത്? അഫ്സലിട്ട് ചെയ്തിരിക്കുന്നത്. അതുപോലെ ചെയ്ത് അവനെ മറന്നുകൊണ്ട് ഇവിടെ നിന്ന് ഒരുത്തന്റെ പുറത്ത് കയറിയതേ തെറ്റ്. ഇപ്പൊ അവൻ എന്ത് ചെയ്തു? നൈസായിട്ട് തേച്ച് വിടുന്നുണ്ട്. മനസ്സിലായോ? അപ്പൊ ഇവര് പറയുന്നെന്ന് വെച്ച് കഴിഞ്ഞാല് ലവറെ, പിന്നെ ഫ്രണ്ട്ഷിപ്പിനെയും കാട്ടി വലിയൊരു സംഭവമാണ്. എന്നിട്ടും എന്ത് ചെയ്യുന്നു? ലവേഴ്സ് കാണിക്കുന്ന പ്രവൃത്തികൾ കാണിക്കുന്നു. എന്നിട്ട് ഇവള് പറയുന്നത്, നിങ്ങളൊരു കാര്യം പോയിന്റ് ഔട്ട് ചെയ്യുക. എനിക്ക് തൊടുന്നതിൽ പ്രശ്നമില്ല, കൈ പിടിക്കുന്നതിൽ പ്രശ്നമില്ല, കെട്ടിപ്പിടിക്കുന്നതിലും പ്രശ്നമില്ല. പക്ഷെ എന്നിട്ട് ചെയ്തികൾ മാറ്റണം അല്ലേ? പക്ഷെ വേറെ എന്ത് പ്രവൃത്തികൾ, വേറെ ആക്ഷൻസ് മാറ്റണം എന്നാണ് അവള് പറയുന്നത്. മനസ്സിലായ? അവളെ അതിനകത്ത് പറയുന്നുണ്ട് കൈ പിടിക്കുന്നതോ കെട്ടിപ്പിടിക്കുന്നതോ കുഴപ്പമില്ല, പക്ഷെ വേറെ എന്തോ ആക്ഷൻ. അപ്പോ ഇത് രണ്ടും അല്ലാതെ പല ആക്ഷൻസും നടക്കുന്നുണ്ട്. അത് റസ്മിന്റെ ഫണ്ടിൽ വെച്ച് തുറന്നു പറയാൻ ആർക്ക് ബുദ്ധിമുട്ടുണ്ട്? ഈ പറയുന്ന നമ്മളെ ജാസ്മിന് ബുദ്ധിമുട്ടുണ്ട്. റസ്മിന്റെ മുമ്പിൽ വെച്ച് മാത്രമല്ല, ക്യാമറയുടെ ഫണ്ടിൽ വെച്ച് പറയാനും. അപ്പൊ ഇവരവിടെയൊക്കെ എന്തൊക്കെ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ജാസ്മിൻ പറയുന്നത്. എന്താണ്? അവന്റെ അടുത്ത് ഒരു വാക്ക് ചോദിക്കുന്നുണ്ട്. എങ്ങനെയെന്നറിയാമോ? അപ്പോൾ ഒരു കള്ളം എത്രയും കാലം എങ്ങനെയാണ് ഒളിച്ചു വെക്കുന്നത്? ഒരു കള്ളം മറച്ചു വെക്കുന്നത് എങ്ങനെ പറയുമ്പോൾ അവളെ മുഖം പോണേണ്ട. അത് അവൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? നീ മുമ്പ് ചെയ്തിട്ടുള്ള പ്രവൃത്തികളാണ്. ഈ പറയുന്ന ഹഗ്ഗോ, ഈ പറയുന്ന ഉമ്മ വെപ്പലോ ഒന്നും അല്ല. ഇതിനപ്പുറമായിട്ട് എന്തോ ഇന്നാളെ അവൻ ഫയറിൽ പിടിച്ചോണ്ടിരിക്കുന്നുണ്ട്, കണ്ടല്ലോ. അപ്പൊ ഇതിനപ്പുറമുള്ള പല കാര്യങ്ങളും അവിടെ നടന്നിട്ടുണ്ട്. അത് ഈവൻ റസ്മിന്റെ ഫ്രണ്ടിലും ആര് പറയില്ലെന്നറിയാം? ജാസ്മിൻ പറയില്ലെന്ന് അവനറിയാം.
അപ്പൊ റെസ്പിന് ഇരിക്കുന്നത് കൊണ്ടാണ് ഇവിടെ എന്ത് ചെയ്യുന്നത് ഇവൻ, അതായത് നമ്മുടെ ഗബ്രി ഇങ്ങനെ, ഗബ്രി എന്ന് വെച്ചാൽ അവളെ അങ്ങ് ഇല്ലാതാക്കി കേട്ടോ, ഒരു വേസ്റ്റ് പോലെ അങ്ങ് ആക്കി തീർന്നു. നീ ഒരു വേസ്റ്റ് ആയ, എനിക്ക് ഇത്രയേ ഉള്ളൂ, നിനക്ക് വേണമെങ്കിൽ ഞാൻ വേണമെങ്കിൽ ഉമ്മ വയ്ക്കും, അതൊക്കെ ചെയ്യും. പക്ഷെ നിന്നെ കെട്ടാനൊന്നും പറ്റൂല, മനസ്സിലായോ? നിന്നെ കെട്ടാനോ നിന്റെ അടുത്ത് റിലേഷനിൽ വെക്കാനൊന്നും പറ്റൂല. പക്ഷെ ഞാൻ ഉമ്മ വയ്ക്കാം, വരണമെങ്കിൽ തടവി തരാം, ഞാൻ വേണമെങ്കിൽ കിസ് ചെയ്യാം. ഇതാണ് പറഞ്ഞ പച്ച മലയാളത്തിൽ ഇതാണ് പറഞ്ഞത്, മനസ്സിലായോ? വേറെ ഒന്നിനും പറ്റും. നീ അത്രയ്ക്ക് ഒരു തേർഡ് റേറ്റുള്ള ഒരു സാധനമാണ്. എന്റെ നീഡിന് വേണ്ടിയിട്ട്, എന്റെ അപ്പയത്തെ ആവശ്യത്തിന് വേണ്ടിയിട്ട്, അതായത് പുറത്തെല്ലാം നെഗറ്റീവ് ആണെന്ന് അറിഞ്ഞിട്ട് പോലും യവൻ കൂടെ, അതായത് ഈ സമയത്ത് പിന്നെ രാത്രി കാലങ്ങളിൽ ഇവൾ അടുത്ത് വരുമ്പോൾ ഇവൻ ഭയങ്കര പഞ്ചാരമാക്കുകയാണ്. നീ എന്റെ അമ്മയാണ്, ഞാൻ എന്റെ ഭർത്താവാണ്, ഞാൻ എന്റെ മോനാണ്, ഞാൻ എന്റെ മറ്റന്നാണ് മറിച്ചാണ്, നിന്നെക്കാളും വലുതല്ല ഒറ്റെണ്ണം, നിനക്ക് വേണ്ടി ഞാൻ എന്ത് വേണോ ചെയ്യും, ഞാൻ വേണമെങ്കിൽ ഇവിടെ തുണിയില്ലാതാടും എന്നൊക്കെ പറയും. കാരണം എന്തിന്റെ കാര്യസാധ്യത്തിന് വേണ്ടി. അത് കഴിയുമ്പോൾ ഇവ യഥാർത്ഥ സ്വഭാവം ഇറക്കും. ഇതൊക്കെ കഴിഞ്ഞിട്ട് വിഷയമല്ല. ഇതൊക്കെ കഴിഞ്ഞ് ജാസ്മിൻ പറഞ്ഞു എനിക്ക് കിട്ടേണ്ടത് കിട്ടിയല്ല, എനിക്ക് മനസ്സിലായി എന്നെ എങ്ങനെയാണ് ഇവൻ കാണുന്നത്, എനിക്ക് മനസ്സിലായി. അവൻ കല്ല് പോലെ ഇരിക്കുകയാണ്, മനസ്സിലായത്? എന്ത് തേങ്ങ ചെയ്തോ. എന്നിട്ട് ഈ സംഭവത്തിലേക്ക് വരുമ്പോൾ എപ്പോഴും പറഞ്ഞോ, എനിക്കിതിനെ കൂടുതൽ നിന്ന് സംസാരിക്കാൻ താല്പര്യമില്ല, എനിക്ക് ഈ വിഷയമേ താല്പര്യമില്ല. പിന്നെ അവൻ ദേഷ്യപ്പെടുന്നു. പിന്നെ ഇനി എന്ത് ക്ലാരിറ്റിയാണ് ഞാൻ കൊടുക്കാനുള്ളത്, ഇതിനപ്പുറം എനിക്കൊരു ക്ലാരിറ്റി ഇല്ല, എനിക്കിഷ്ടമാണ്, എന്റെ കണ്ണുകളിൽ പ്രണയമുണ്ട്, ഞാൻ പിടിക്കുകയും വലിക്കുകയും എടുക്കുകയൊക്കെ ചെയ്യും. പക്ഷെ എന്നെ കെട്ടാനോ ഒരു ബന്ധത്തിലേക്ക് പോകാനോ റിലേഷനിലേക്ക് പോകാനോ ഞാൻ താല്പര്യപ്പെടുന്നില്ല. അതായത് മറ്റൊന്നുമല്ല, നമ്മളൊരു ഈ പറയുന്ന എന്താണ് ഈ പോക്ക് കേസ് എന്നൊക്കെ പറയുന്ന ഒരു സ്ത്രീകളോട് കാണിക്കുന്ന അതേ സെറ്റപ്പ് ഇങ്ങനെയൊക്കെയാണ്. ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക, അവൾക്ക് ഇഷ്ടമാണ്, മറ്റവണ് മറിച്ചവൾക്ക് വേണ്ടി എന്ത് വാങ്ങിച്ചു കൊടുക്കും, നീ ചക്കരയാണ്, ലോക സുന്ദരിയാണ്, തേങ്ങയാണ്, മാങ്ങയാണ് എല്ലാം പറയും. കാര്യസാധ്യം കഴിയുമ്പോഴും നീ നീ പോ എന്നുള്ള രീതി. അത് തന്നെയാണ് ജാസ്മിനെ കാണിക്കുന്നത്, അത് തന്നെയാണ് നിനക്ക് കിട്ടേണ്ടത്. ശരി, ഇതൊക്കെ പൊട്ടു. ഇതിനുശേഷം ഇവർ റസ്മിനും ഈ പറയുന്ന ജാസ്മിനുമായിട്ട് അതിന്റെ ഇടയ്ക്ക് ഭയങ്കര ചർച്ച. മറ്റന്നാണ് മറിച്ച് അവൻ എന്നെ ഇങ്ങനെ ചെയ്തില്ല, മറ്റതാണ് ഞാൻ അറിഞ്ഞില്ല, വീട്ടിൽ ഇത്രയും ഉടക്കായിട്ടും ഞാൻ എന്റെ കാമുകനെ തേച്ചിട്ട് വന്നാലും എന്തുവായിക്കോട്ടെ, ഞാൻ അവന് വേണ്ടി ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ടു. ഞാൻ വയ്യാതെ ഇരുന്നപ്പോൾ അവൻ ഇന്നലെ പിന്നെ ഗെയിം കളിച്ചു. അവൻ വയ്യാതെ ഇരുന്ന് കഴിഞ്ഞാൽ ഞാൻ ഗെയിം കളിക്കുമോ? നീ കളിക്കും, അത് വേറെ, അത് വിട്. അങ്ങനെയുള്ള ഡയലോഗ് അടിക്കണ്ട. അവൻ വയ്യാതെ നിന്നെ അപ്പുറമായിട്ട് നീ ഗെയിം കളിക്കും, അത് വേറൊരു വിഷയം എന്നൊക്കെ പറഞ്ഞ് അവസാനം ഈ പറയുന്ന റസ്മിൻ പറയുന്ന ഒരു കാര്യമുണ്ട്. റസ്മിൻ ശരി, ഓക്കെ, ഇപ്പൊ എല്ലാം റസ്മിനെ ഇത് തുറന്ന് പറയാൻ പറ്റണില്ല. റസ്മിൻ തുറന്ന് എന്താണ് യവൻ തന്നെ യൂസ് ചെയ്യണം, തന്നെ ഈ രീതിയിലാണ് കാണുന്നത്, ഇനിയെങ്കിലും മനസ്സിലാക്കി നീ അവന്റെ അടുത്ത് പോവരുത് എന്ന് പറയാനുള്ള ഒരു ചങ്കൂറ്റ അവൾക്കില്ല. അത് തുറന്നടിച്ച് പറയാനുള്ള ഇല്ല. അപ്പോൾ റസ്മിൻ പറയുന്നു ഇപ്പൊ എല്ലാം മനസ്സിലായല്ല, ഒരു കാര്യം ചെയ്യും, ഇനി അവന്റെ അടുത്ത് പോകരുത്. അവന്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ ഇതുപോലെ ഞാൻ എന്റെ കൂട്ട് പ്രതീക്ഷിക്കേണ്ട, ഈ കയ്യില ഈ പിടുത്തം ഞാൻ ഉണ്ടാവില്ല എന്ന് പറയുമ്പോൾ ജാസ്മിൻ പറഞ്ഞൊരു വാക്ക് നിങ്ങൾ ഇട്ടു, ഞാൻ പോകും, കയ്യെ പിടിക്കും, കെട്ടിപ്പിടിക്കും, ഉമ്മ കൊടുക്കും, കടിക്കും, ഇതൊക്കെ ചെയ്യും, പക്ഷെ കണ്ണി സ്നേഹം കാണില്ലെന്ന്. അയ്യോ അപ്പൊ ഇത് തന്നെ സംഭവം, മനസ്സിലായ? അതെല്ലാം വേണം. മറ്റവൻ പറയണ എന്റെ കണ്ണിൽ സ്നേഹമുണ്ട്, പക്ഷെ മറ്റൊന്നിനും പറ്റില്ലെന്ന്. ഇവിടെ പറയുന്നത് കണ്ണി സ്നേഹം കാണില്ല, പക്ഷെ ഇതെല്ലാം പറ്റുമെന്ന്. അപ്പൊ ഇതെല്ലാം കൂടെ കണ്ടിട്ട് എനിക്ക് മനസ്സിലാവില്ല എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നതെന്ന്, മനസ്സിലായോ? അപ്പൊ എന്തായാലും രണ്ടുപേർക്കും ഒരുപോലെ, രണ്ടെണ്ണത്തിന് ഈ പറഞ്ഞ ജാസ്മിന് കിട്ടേണ്ടത് തന്നെ. അവളൊരു എന്താ പറയാ, എനിക്ക് പറയാൻ വാക്കുകളില്ല. പിന്നെ ഗബ്രി ചങ്കൂറ്റം അപാരം തന്നെ, ചങ്കൂറ്റം അപാരം. അവ ഈ പറഞ്ഞ ആര് വന്നിരുന്നപ്പോൾ, നമ്മുടെ റസ്മിൻ വന്നിരുന്നപ്പോൾ ഉള്ളതല്ല പറഞ്ഞു, നീ എന്റെ കാര്യമല്ല, നിന്നെ കെട്ടാണെന്ന് എനിക്ക് പറ്റത്തില്ല, നീ എന്റെ കൂട്ടത്തിൽ വന്ന് മറ്റേതെന്ന് ഞാൻ നിന്നെ കെട്ടണോ? അങ്ങനെയൊന്നുമില്ല, നിനക്ക് വേണമെങ്കിൽ പോ, ഞാൻ വന്ന് എന്റെ അടുത്ത് ഞാൻ ഇനിയും ചെയ്യും, ഞാൻ വീണ്ടും ഉമ്മ വയ്ക്കുകയും പിടിക്കുകയും വലിക്കുകയൊക്കെ ചെയ്യും, നിനക്ക് വേണമെങ്കിൽ വന്നാൽ മതി. നമ്മളൊരു സത്യം പറഞ്ഞ ഒരു വെടിയുടെ അടുത്ത് പറയുന്ന അതേ ലാഘവത്തോടു കൂടിയാണ് ജാസ്മിന്റെ അടുത്ത് പറയുന്നത്. നിനക്കിത് വേണം. നമുക്ക് വീണ്ടും കാണാം. ചെയ്യും.